എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് നമ്മൾ ഫുജേറ വരെ പോവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പമ്പിലാണ് നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ദുബൈയിൽ നിന്ന് ഫുജേറ വരെ 1.5 hours എടുക്കും. നമ്മൾ ഈ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂപ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ദൂരം ഹൈവേ കൂടെ ഒക്കെ പോയി കുറച്ച് ഡെസേർട്ട് പോലെയുള്ള ഏരിയ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് കുറച്ച് പാറകളും മലകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുജേറയിലേക്ക് പോകുന്നത് ഫുജേറ ഏരിയ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന റൂട്ട് ഡയറക്റ്റ് ഫുജേറ സിറ്റിയിലേക്ക് പോകുന്നതാണ്. നമ്മളങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തൊന്നും പോയതല്ല കേട്ടോ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നേരെ അങ്ങ് പോയി. നമ്മൾ ഫുജേറ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 7 എമിറേറ്റ്സ് ചേർന്നിട്ടാണ് UAE എന്ന് പറയുന്ന കൺട്രി. അതിൽ ഒരു എമിറേറ്റ് ആണ് ഈ ഫുജേറ. അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കേരള റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പി കണ്ടുപിടിച്ചു. അങ്ങനെ ഊണ് കഴിക്കാമെന്ന മോഹവുമായിട്ട് നമ്മൾ നേരെ ചെന്ന് കയറിയത് സ്വർണ്ണത്തടകയിൽ ഊണ് തരുന്ന ഒരു സ്ഥലത്തായിരുന്നു. ശരിക്കും അവിടെ നമ്മുടെ ഫുഡ് മാത്രമല്ല കേട്ടോ, ബുഫേ ഒക്കെ ഉണ്ടായിരുന്നു. ഫോറിനേഴ്സൊക്കെ തന്നെ അവിടെ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ച് അവിടെ പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഊണല്ലേ കഴിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം. അതിന് ന്യായമില്ലാതില്ല. എന്തായാലും നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കോർഫക്കാനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുജേറ സിറ്റിയിൽ കുറച്ചൊന്ന് കറങ്ങിയിട്ട് നേരെ കോർഫക്കാനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കോർഫക്കാനിൽ എത്തിയപ്പോഴത്തേക്ക് ഈ ബീച്ച് സൈഡിൽ തന്നെ ആദ്യമേ നമ്മൾ കണ്ട ഒരു അട്രാക്ഷനാണ് ഈ ഒരു വാട്ടർഫോള്. ഇത് ആക്ച്വലി ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. ഇത് ഒരു പാറയുടെ മേളിൽ അവർ അതനുസരിച്ചിട്ട് സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാം നാച്ചുറലായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇല്ലാത്തത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്നുള്ളത് നമ്മൾ ഇവരെ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ആംഫി തിയേറ്ററാണ് കോർഫക്കാനിലെ. ഇനി ഈ കോർഫക്കാനിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫുജറയോട് ചേർന്നുള്ള സ്ഥലമാണെങ്കിലും ഷാർജയുടെ അണ്ടറിൽ വരുന്നതാണ്. കുറച്ച് സമയം നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ചിൻ്റെ അവിടോട്ട് വരുവാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബോട്ടുകാരൊക്കെ നമ്മളെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോയപ്പോൾ ഒരു മലയാളി പയ്യനെ കണ്ടു. അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ നമുക്ക് നിരസിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിലും നമ്മൾ മലയാളികളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ, പ്രത്യേകിച്ചും പുറം നാട്ടിൽ ചെല്ലുമ്പോൾ. ആ പയ്യനാണെങ്കിലും വേറെ ഗ്രൂപ്പുകാരോട് നമ്മളെ കയറ്റിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ റേറ്റും കുറവാണ് വാങ്ങിച്ചത്. അങ്ങനെ ആ മലയാളി സ്നേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി നമ്മൾ ആ ബോട്ടിൽ കയറി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നേരെ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല. ഇറങ്ങാനായിട്ട് വേറെ റേറ്റും കാര്യങ്ങളും ടൈമും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ടീമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നു. അവിടുന്ന് തിരിച്ചു വന്ന് കുറച്ച് സമയം നമ്മൾ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോവാണ്. നേരത്തെ ഇവിടെ വന്നതിൻ്റെ എന്തോ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ എന്നാലും കുറേ മാറിയിട്ടുണ്ട്, മൊത്തമായിട്ടേ മാറിയിട്ടുണ്ട്. പണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഏതോ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമം നടത്തി. എന്തായാലും ഇതേപോലെ തന്നെ ഒരുപാട് മരങ്ങളും ഉണ്ട്. അതും ഈ ഒരു രാജ്യത്ത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് ആംഫി തിയേറ്ററിലെ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വ്യൂ ആയി. ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഈ കോർഫക്കാനിൽ നിന്ന് ഡയറക്റ്റ് ദുബൈയിലേക്ക് പോകുന്ന വഴി ടണൽസൊക്കെ ഉണ്ട്. എത്ര ടണൽസ് ആണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും 3-4 എണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു അടിപൊളി ദിവസം അടിപൊളിയായിട്ട് കടന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്